റിജിൽ മാക്കുറ്റി, ഇതാണ് പ്രധാനപ്പെട്ട ആരോപണം റിജിൽ. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ SDP വോട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങളെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ശരി, നിങ്ങൾക്ക് വോട്ട് തരുന്നു. അങ്ങനെയല്ല, വോട്ട് ചോദിക്കാൻ നിങ്ങൾക്കൊപ്പം SDP നേതാക്കളും അല്ലെങ്കിൽ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒരുമിച്ച് വീടുകൾ കയറുകയായിരുന്നു എന്നുള്ളതാണ് ആരോപണം. പിന്തുണ കിട്ടി, നിങ്ങൾ ജയിച്ചു എന്നതും ആരോപണമായി പിന്നീട് പറഞ്ഞതാണ്. ഇപ്പോൾ SDP അതേപോലെ തന്നെ LDF പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ ഒരുമിച്ച് വോട്ട് വയ്ക്കാൻ പോവില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. ശ്രീമതി ഇപ്പൊ പ്രകാശൻ മാഷ് പറയുന്നത് കാര്യത്തിനകത്ത് ഒരു യാഥാർത്ഥ്യമില്ല. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ SDP ആയി ഞങ്ങൾ ഒന്നിച്ച് മുന്നണിയാണെന്ന് പറയുമ്പോൾ ശുദ്ധ അസംബന്ധമാണ്. ഇപ്പം ഞാൻ കണ്ണൂർ കോർപ്പറേഷനകത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു ഡിവിഷനിലാണ് ഞാൻ മത്സരിച്ചത്. അവിടെ ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ നേരിട്ടത് SDP അവിടെ ശക്തമായി വേരോട്ടമുള്ള ആ ഡിവിഷനിലെ ഒരു സംഘടനയാണ്. അതോടൊപ്പം തന്നെ CPM, ഇടതുപക്ഷം, അതോടൊപ്പം BJP ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരെ മത്സരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ജയിച്ചു വന്നത്. തീർച്ചയായും SDP വളരെ ശക്തമായ രൂപത്തിലുള്ള ക്യാമ്പയിൻ ആ കണ്ണൂർ കോർപ്പറേഷനകത്ത് മാത്രമല്ല കേരളത്തിലെമ്പാടും അവർ ശക്തമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിച്ചവരാണ്. ഞങ്ങളായി ആ തെരഞ്ഞെടുപ്പിന് ധാരണ ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. ഇപ്പോൾ പ്രകാശ് മാഷെ സംബന്ധിച്ചിടത്തോളം SDP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഭരണവിരുദ്ധത ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആളുകൾക്ക് മനസ്സിലാക്കുക ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നല്ലേ. അപ്പോൾ തീർച്ചയായും അത്തരമൊരു നിലപാട് അവർ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അവർ SDP പിന്തുണ വാങ്ങി മുന്നോട്ട് പോകുമ്പോൾ അത് അവർക്ക് പൊതുമധ്യത്തിൽ പറയാൻ കുറച്ച് മടിയുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യത്തിനോട് പത്രപ്രവർത്തകനോട് അപമര്യാദയുള്ള പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായിട്ടും മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ പോരാട്ടം നടത്തും. ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടിയ വിജയം, ബൈ ഇലക്ഷനുകളിൽ ഞങ്ങൾ നേടിയ വിജയം, കഴിഞ്ഞ ഈ പറയുന്ന ലോക്കൽ ബോഡിയിൽ ഞങ്ങൾ നേടിയ വിജയം, ആ വിജയത്തിൻ്റെ തുടർച്ച തന്നെ കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് കിട്ടും. 100 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നുള്ള കൃത്യമായ ബോധ്യം, അത് ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞെങ്കിൽ ജനങ്ങൾ ഈ സർക്കാരിനെതിരാണ്. നിങ്ങൾ എന്തെല്ലാം തരത്തിൽ കൂട്ടുകെട്ട് പറഞ്ഞാലും, നിങ്ങൾ എന്തെല്ലാം തരത്തിൽ ഞങ്ങൾക്കെതിരെ ആരോപണം പറഞ്ഞാലും പിണറായി വിജയനും സർക്കാരും ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതിൻ്റെ പേരിൽ ഭരണവിരുദ്ധത ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ, ഈ നാട്ടിലെ നികുതി വർധനവ് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ, ഈ നാട്ടിലെ ആശുപത്രികളിലെ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ചികിത്സ കിട്ടാത്ത കാര്യം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ, അങ്ങനെ ആഭ്യന്തര രംഗത്തെ ഏറ്റവും വലിയ കലാപവും കുഴപ്പവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ, മാത്രമല്ല കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മന്ത്രി തന്നെ വർഗീയ പരാമർശം നടത്തി മുമ്പോട്ട് പോയത് ജനങ്ങളെ മറക്കുമെന്നാണോ ഇവർ കരുതുന്നത്? എന്താണ് സജി ചെറിയാൻ പറഞ്ഞത്? കാസർഗോഡ് നോക്കൂ, മലപ്പുറം നോക്കൂ, ആളുകളെ മതം നോക്കിയിട്ട് അവർ ജയിച്ചവരെ ആക്ഷേപിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇവിടെ നിൽക്കുകയല്ലേ. ഇവിടെ AK ബാലനെ പോലുള്ള ആളുകൾ പറഞ്ഞ കാര്യം ഇവിടെ മറന്നുപോകുമോ? ആരും മറക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മലപ്പുറത്തെ കുറിച്ച് ഡൽഹിയിൽ പോയി രാജീവ് ചന്ദ്രശേഖരന്റെ PR ഏജൻസി കൊടുത്ത അഭിമുഖത്തിൽ എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? ആരുടെ നാവായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്? RSSന്റെ സംഘപരിവാറിന്റെ നാവാ. മാത്രമല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് RSS ആണെന്ന് പറഞ്ഞത് ആനി രാജയാണ്. മാത്രമല്ല ആ DGP ഇന്നത്തെ രവതാ ചന്ദ്രശേഖർ നരേന്ദ്രമോദിയുടെ ചീഫ് സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്ന് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ആരുടെ താല്പര്യമാണ്? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ RSSും BJPയുമായി വളരെ കൃത്യമായ ബാന്ധവത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ SDP ഉൾപ്പെടെയുള്ള സംഘടനകളുമായി നിങ്ങൾ ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ ഏതെല്ലാം തരത്തിൽ കൂട്ടുകെട്ടുകൾ നടത്തിയാലും എന്തെല്ലാം തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചാലും കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യും. ഒരു കാരണവശാലും കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാവില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുത തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നേടിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലമായ മുന്നേറ്റം, ആ മുന്നേറ്റം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. എന്ന് VD സതീശൻ ഇന്ന് പറയുന്നു. SDP വോട്ട് വേണ്ട എന്ന് VD സതീശൻ പറയുന്നു. പക്ഷേ KC വേണുഗോപാലിന്റെ ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ വോട്ട് ചെയ്യുന്നവരോട് വോട്ട് ചെയ്യണ്ട എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ ഒരു ഐക്യമില്ലാത്തത് നേതാക്കൾക്കിടയിൽ, ഈ പ്രതികരണങ്ങളിൽ? അല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ RSS ഉൾപ്പെടെയുള്ള ഒരു കക്ഷികൾ, വർഗീയ കക്ഷികളുമായിട്ടുള്ള വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ നിലപാടാണ് ഞങ്ങളുടേത്. അതോടൊപ്പം തന്നെ ഇവിടെ SDP ഉൾപ്പെടെ പറയുന്നു തുടർ ഭരണം വരും, അല്ല പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് അവർ പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പറയണമെങ്കിൽ അവർക്ക് ആ ബോധ്യം ഉണ്ടാണെങ്കിൽ ഇടതുപക്ഷവുമായി അവർക്ക് സഹകരിക്കാനുള്ള താല്പര്യം അവർ എടുത്തിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായും ഇവിടെ SDP എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഡീലെന്ന് പറഞ്ഞ് ഭരണവിരുദ്ധ വികാരം മറക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് CPMന് ബോധ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞ ഭരണവിരുദ്ധ ചർച്ചയാകാതിരിക്കാൻ ഓരോ ദിവസവും പലതരത്തിൽ ആരോപണം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ ആരോപണത്തിന് ഏപ്രിൽ 9-ാം തീയതി മാത്രം വരെ ആയുസ് ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ UDF 100 സീറ്റിൽ വരുമ്പോൾ ഈ ആരോപണങ്ങളൊക്കെ അവിടെ അവസാനിക്കപ്പെടും.
Debate with Smriti Parathikkad.